അതെ വാസുട്ടി, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? 20-ാം തീയതി പൈസ കൊടുക്കാന്ന് മേനോൻ സാറിനോട് വിളിച്ചു പറയാന്നല്ല പങ്കജാക്ഷൻ മുതലാളി പറഞ്ഞത്. പറഞ്ഞല്ലോ. ഇപ്പൊ അത് നടക്കൂല. പുള്ളി പറയണ പുള്ളിയുടെ കയ്യിലോട്ട് പൈസ കിട്ടാതെ ഒരാളോടും വാക്ക് പറയാൻ പുള്ളി ഇല്ലെന്നാ പറയണത്. വേറെ ഇടങ്കർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന എന്തൊക്കെ പറഞ്ഞ ഇതൊരു വാക്ക് പറഞ്ഞല്ലേ? എടാ അപ്പൊ അയാള് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? ആന്ന്. അപ്പൊ പുള്ളി പറഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഓരോരുത്തരുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടിരിക്കണം. ഇനി വേറെ ഒരാളോട് ഞാൻ കയ്യിൽ പൈസ കിട്ടാതെ പറയൂലെന്ന്. ഞാൻ ചേട്ടാ ഈ ഇടപാട് ഇല്ലാട്ടാന്ന് പറഞ്ഞ എങ്ങനെ ഞാൻ പെട്ട് നിൽക്കല്ലേ വരിക. ഇടത് എന്താ ആദ്യം ഒന്ന് പറയും പിന്നെ വേറെ ഒന്ന് പറയും. ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏതായാലും ഇതിൽ ഇടപെട്ടല്ലേ, ഞാനൊരു വ്യാജ കോള് ചെയ്യട്ടെ. വ്യാജ കോളോ? ഈ മേനോൻ സാറിനോട് ഞാൻ പങ്കജേഷനാണ്, 20-ാം തീയതി എനിക്ക് പൈസ കിട്ടും, ഞാൻ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടൊന്നും. ഈ പിശാശി നേരെ ഉള്ള ഉദ്ദേശമില്ല കേട്ടോ, തമാശ പറയല്ലേ. എടാ ഇതൊക്കെ പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് പിടിച്ച് പിന്നല്ലേ സൈബർ കേസ് ഒക്കെ ഉണ്ട്. അന്റെ നേരെ ചൊവ്വുള്ള എന്തെങ്കിലും ഒരു സംഗതി. ഞാനൊന്നൊരു കാര്യം പറയട്ടെ, എന്താണ്? നമുക്കൊരു പങ്കജാക്ഷൻ മുതലാളി ഞങ്ങളുടെ അവതരിപ്പിച്ചാലോ? എങ്ങനെ? ഈ മേനോൻ സാറ് വരൂലേ, അപ്പൊ ഒരാളെ പങ്കജാക്ഷൻ മുതലാളിയായിട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ട് നിങ്ങളുടെ പൈസ 20-ാം തീയതി അങ്ങോട്ട്. എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? അല്ലാന്ന് ഒന്നാമത് എന്തെങ്കിലും പറഞ്ഞില്ല അയാള് എന്നെ തല്ലി. ചെങ്ങായി അത് ആൾമാറാട്ടത്തിനുള്ള കേസാവും. ഇല്ലാന്ന് നമുക്കൊരു 10-20 ദിവസത്തെ ഗ്യാപ്പ് മേടിച്ചാ പോരെ? ആ സമയം കഴിഞ്ഞാലല്ലേ കേസും കുട്ടിച്ചോറും വരണുള്ളൂ. ഒരാളെ നമുക്ക് പങ്കജാക്ഷൻ മുതലാളുടെ പോലെ മേക്കപ്പ് ഇട്ടിട്ട് അയാൾ വരാൻ നേരത്തെ നിങ്ങളുടെ പൈസ എന്റെ കച്ചവടം നടന്ന് 20-ാം തീയതി അങ്ങോട്ട് തരും എന്നങ്ങോട്ട് പറഞ്ഞൊരു ഉറപ്പ്. ജോസിറ്റേ, ഇത് നാടകമല്ലാട്ടാ, ഇത് ജീവിതമാണ്. ഈ നാടകത്തിന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കണല്ല തങ്കം. അല്ലാന്ന് പെട്ടുപോയ നമുക്ക് പുറത്താരേം വേണ്ട. ഞാൻ ആലോചിച്ചിട്ട് ആരെ കൊണ്ട് പാലക്കാട് ഒരു ചെറിയ തമിഴും ഒക്കെ പറയണ ആളാണ് ഈ പങ്കജാക്ഷൻ മുതലാളി. നമുക്ക് ദൊരേണ്ടല്ലേ ഇവിടെ. വണക്കം. വണക്കം. വണക്കം വേണ്ട, നമസ്കാരം എന്ന് പറഞ്ഞ പോരെ. നമസ്കാരം. നമസ്കാരം. അതൊരു ആദ്യത്തെ ആ ബനിയനൊന്ന് മാറ്റിട്ടാ ചങ്ങായി. ഡയലോഗ് പറ. എന്താ പറയണേ? നിങ്ങള് വിനോദമായിട്ട് സ്ഥലക്കച്ചവടം ഉണ്ടോ, പൈസ കൊടുക്കാനുണ്ടോ? നിങ്ങള് ആ വിനോദമായിട്ട് സ്ഥലത്തിന്റെ ഇടപാടില് കായ് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഇങ്ങനെ ചോദിച്ചാ എങ്ങനെയാണ്? എന്താണ്? എടാ അയാള് തൃശ്ശൂരുള്ള ഒരു മേനോനാണ്. അതിനൊരു അല്ലേ? പിന്നെ ഞാൻ ഇനി ഇതിന് വേണ്ടിട്ട് മതം മാറാൻ നിക്കല്ലേ? പറ്റണ പോലെ അയാളല്ലേ പഠിപ്പിക്കാൻ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കാണ്, നിങ്ങള് വിനോദമായിട്ട് സ്ഥലക്കച്ചവടം ബന്ധപ്പെട്ട് കായ് കൊടുക്കാണ്ടോ? ഞാൻ വേറെ ആർക്കും കാശ് കൊടുക്കില്ല. ഞാൻ ജോസൂട്ടിക്ക് മാത്രമേ കാശ്. അല്ല, എനിക്കല്ല, വിനോദിന് കൊടുക്കാനുണ്ടെന്ന് പറയണം. എനിക്കല്ല, അത് ഞാൻ പറയാം. ഞാൻ ചോദിച്ച ആളുടെ കാര്യത്തിന് പറഞ്ഞ. ശരി ശരി. ചോദിച്ചോ. നിങ്ങള് വിനോദിന് സ്ഥലക്കച്ചവടം ബന്ധപ്പെട്ട് കായ് വല്ലതും കൊടുക്കാണ്ടോ? കൊടുക്കാനുണ്ട്. എന്ന് കൊടുക്കും. എന്ന് കൊടുക്കും? 20-ാം തീയതി കൊടുക്കും. 20-ാം തീയതി കൊടുക്കും. അപ്പൊ കറക്റ്റ് ആയിരിക്കും? ഡേറ്റ് കറക്റ്റ് ആയിരിക്കും? കറക്റ്റ് അല്ലേ? വിശ്വാസമില്ല? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ 15-ാം തീയതി കൊടുക്കാം, അല്ലെങ്കിൽ 10-ാം തീയതി കൊടുക്കാം, 5-ാം തീയതി കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഞാൻ നാളെ. അത്ര ആവേശമൊന്നും വേണ്ട. നാളെ കൊടുക്കാൻ പറഞ്ഞാൽ ഞാനിവിടെ കൊടുക്കും. ഒരു ഡേറ്റും പറയണ്ട. അടുത്ത മാസം 20-ാം തീയതി കൊടുക്കും. അടുത്ത മാസം 20-ാം തീയതി ഞാൻ കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും മേനോൻ സാറ് ചോദിച്ചാൽ പറയും എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ജോസൂട്ടിയായിട്ട് ഡീൽ ചെയ്തോന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. ചോദിച്ചാൽ മാത്രം. അപ്പൊ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അതല്ല, 20-ാം തീയതി കൊടുത്തിരിക്കും. 20-ാം തീയതി ഞാൻ കൊടുത്തിരിക്കും. മതി മതി, ഇരുന്നോ മതി. ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം. മനസ്സിലായില്ലേ? പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ ആകെ അലമ്പാക്കുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഇല്ലാന്ന് പുള്ളി അത് കറക്റ്റ് ആയിട്ട് പറയണ്ടേ. அப்படிയൊന്നും பேசாத. நான் ரஜினிகாந்த், கமலஹாசன், விஜயகாந்த் எல்லாரும் படம் நிறைய பார்த்தவனானு. പല ക്യാരക്ടറും ഞാൻ അഭിനയിക്കും. ഇതിപ്പോ ചെയ്തത് കറക്റ്റ് ആണ്. കാശ് കൊടുക്കാണ്ടാന്ന് ചോദിച്ചാൽ കൊടുക്കാനുണ്ട്. 20-ാം തീയതി കൊടുക്കും. പിന്നെ കല്ലിന് ഇടിച്ചാൽ പോലും ഒരു അക്ഷരം ഉണ്ടോ? ജോസൂട്ടിയായിട്ട് സംസാരിച്ചോ? അത്രയും മതി. ഇത്രയും മതിയല്ലോ. മറ്റേ തൊഴുത ചിരിച്ചൊക്കെ വന്നില്ല, അതൊക്കെ നന്നായിട്ട് അതേമാതിരി അങ്ങോട്ട് ചെയ്താൽ മതി.